കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മെ ദൈവമക്കളാക്കി തീർത്ത നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും ഓർക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. ക്രാന്തദർശിയും സഭയുടെ ഐക്യത്തിൻ്റെ പ്രവാചകനും പുണ്യചരിതനുമായ ധന്യന്മാർ ഇവാനിയോസ് പിതാവ് ഈ കാലഘട്ടം കാതോർക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സുറിയാനി പാരമ്പര്യത്തിൻ്റെ മഹിമയും കുലീനത്വവും മാവേലിക്കരുടെ സാംസ്കാരിക ഔന്നത്യവും പണിക്കർ വീട്ടിൻ്റെ ശ്രേഷ്ഠമായ പൈതൃകവുമായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ജീവിതത്തിന് കൂടുതൽ തിളക്കം പകരുന്നു. ഈ ഓർമ്മ തിരുനാളിലൂടെ നാം പോകുമ്പോൾ ധന്യന്മാർ ഇവാനിയോസ് പിതാവിൻ്റെ വിദ്യാഭ്യാസ ദർശനമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ബഹുമുഖ പ്രതിഭയായ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ധന്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്യാഭ്യാസ രംഗം. പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. തൻ്റെ ഗുരുവായ ദാവീദാശാൻ്റെ പരിശീലനത്തിൽ ചെന്നപ്പോൾ തന്നെ ദാവീദാശാൻ അദ്ദേഹത്തിൻ്റെ അസാധാരണ കഴിവ് തിരിച്ചറിഞ്ഞിരുന്നു. ഇവൻ ആരായിത്തീരുമോ എന്ന് അത്ഭുതപ്പെട്ട ആശാൻ തൻ്റെ കലാലയത്തിൽ പ്രധാന വിദ്യാർത്ഥിനി എന്ന നിലയിൽ അദ്ദേഹത്തിന് ക്ലാസ് ലീഡർ എന്ന അർത്ഥം വരുന്ന ചട്ടമ്പിള്ള എന്ന പേര് നൽകി. പിന്നീട് CMS സ്കൂളിലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം കോട്ടയം MD സെമിനാരിയിൽ ഉപരിപഠനത്തിനായി ചേർന്നു. തുടർന്ന് സെമിനാരിയിൽ പ്രവേശിച്ച് ഷമാശനായി ഉയർത്തപ്പെട്ടു. ഷമാശനായിരിക്കുമ്പോൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി അവയുടെ അർത്ഥം വ്യക്തമായി വ്യാഖ്യാനിക്കുകയും ചെയ്തതിലൂടെ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി. ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയുക എന്ന ക്രിസ്തുവിൻ്റെ ദൗത്യം നിറവേറ്റുവാൻ അദ്ദേഹം ഷമാശനായിരിക്കുമ്പോൾ തന്നെ പരിശ്രമിച്ചു. പിന്നീട് പുരോഹിതനായി അഭിഷിക്തനായപ്പോൾ വചനം പ്രസംഗിക്കാതെ ഇരുന്നാൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. വചനപ്രഘോഷണത്തിലും വിശ്വാസ സംരക്ഷണത്തിനുമായി വിവിധ കൺവെൻഷനുകൾ ആരംഭിക്കുകയും ഇന്ന് ഓർത്തഡോക്സ് സഭയിലെ പ്രശസ്തമായ മാക്കാംകുന്ന് കൺവെൻഷൻ്റെ ആരംഭത്തിലും അദ്ദേഹത്തിൻ്റെ പങ്ക് നിർണായകമായിരുന്നു. തുടർന്ന് അദ്ദേഹം മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിൽ ഉപരിപഠനം നടത്തി ചരിത്രത്തിലും ഇക്കണോമിക്സിലും ഉന്നത വിജയം നേടി. പഠനം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം MD സെമിനാരി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി നിയമിതനായി. ഒരു അധ്യാപകന്റെ ദൗത്യം വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകുക എന്നതാണെന്ന് അദ്ദേഹം ജീവിതത്തിലൂടെ തെളിയിച്ചു. 99% വിയർപ്പൊഴുക്കിയാൽ മാത്രമേ 1% പ്രചോദനം നൽകാൻ സാധിക്കൂ എന്ന സത്യം അദ്ദേഹം പ്രവൃത്തിയിലൂടെ കാണിച്ചു. വിദ്യാർത്ഥികളെ നല്ല പൗരന്മാരായി വളർത്തുന്നതിനോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ നിരവധി വിദ്യാർത്ഥികളെ സ്വന്തം ചെലവിൽ സെറാംപൂരിൽ പഠിപ്പിക്കുകയും ജീവിത വിജയം നേടാൻ സഹായിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എപ്പിഫാനി സിസ്റ്റേഴ്സിൻ്റെ സമൂഹവുമായി സഹകരിച്ച് നിരവധി പെൺകുട്ടികളെ സ്വന്തം ചെലവിൽ അവിടെ എത്തിച്ച് പരിശീലിപ്പിക്കുകയും വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു. വിദ്യാഭ്യാസം എന്നത് ഒരാളുടെ ജീവിതം മറ്റൊരാളിൽ ചെലുത്തുന്ന ഏറ്റവും മഹത്തായ സ്വാധീനമാണെന്ന് അദ്ദേഹം തെളിയിച്ചു. തുടർന്ന് സബർമതി ആശ്രമവും ശാന്തിനികേതനവും സന്ദർശിച്ച് അവിടുത്തെ ആശ്രമ ജീവിതം പഠിച്ച അദ്ദേഹം മലങ്കര സഭയുടെ നവോത്ഥാനത്തിനായി ഒരു ആശ്രമം സ്ഥാപിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രൊഫസർ സ്ഥാനം രാജിവെച്ച് 1919 പെരുന്നാട്ടിലെ മുണ്ടൻമലയിൽ ബദനി ആശ്രമം സ്ഥാപിച്ചു. 1925 സ്ത്രീകൾക്കായി ബദനി സന്യാസിനി സമൂഹവും പിന്നീട് 1937 മാർത്താണ്ഡം മേഖലയിൽ DM കോൺഗ്രിഗേഷനും ആരംഭിച്ച് സ്ത്രീകളുടെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹ്യക്ഷേമ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തി. വിദ്യാഭ്യാസത്തിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. ഓർത്തഡോക്സ് സഭയിൽ ഉണ്ടായിരുന്ന കാലത്തും 1930 കത്തോലിക്ക സഭയുമായി ഐക്യപ്പെട്ട ശേഷവും വിദ്യാഭ്യാസത്തിലൂടെയാണ് സമൂഹത്തിൻ്റെ വികസനവും വിമോചനവും സാധ്യമാക്കുന്നതെന്ന് അദ്ദേഹം ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തിച്ചു. ചാവറ പിതാവ് പള്ളിക്കൂടം പള്ളിയോടൊപ്പം എന്ന് പറഞ്ഞതെങ്കിൽ മാർ ഇവാനിയോസ് പിതാവ് പല സ്ഥലങ്ങളിലും പള്ളിക്ക് മുൻപേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ ഒരു സമൂഹത്തിൻ്റെ വളർച്ച സാധ്യമാക്കുന്നതെന്ന് ദീർഘവീക്ഷണത്തോടെ അഞ്ചൽ, നാലാഞ്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു. നാലാഞ്ചാർ ക്യാമ്പസിൻ്റെ രൂപീകരണവും അതിൻ്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ ദീർഘദർശിത്വത്തിൻ്റെ സാക്ഷ്യമാണ്. അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഏത് സഭയിലോ സമുദായത്തിലോ പെട്ടവരാണെന്നല്ല, മറിച്ച് പഠിപ്പിക്കാനുള്ള കഴിവാണ് പ്രധാനമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു.
അടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും മറ്റ് മാനേജ്മെൻറ്റുകൾക്ക് നടത്താനാകാതെ വന്ന സ്കൂളുകൾ ഏറ്റെടുക്കുകയും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഈ മഹത്തായ വിദ്യാഭ്യാസ ദർശനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഓരോ മലങ്കര സഭാംഗവും അഭിമാനത്തോടെ ഞാനൊരു മലങ്കര കത്തോലിക്കനാണ് എന്ന് ശിരസ്സുയർത്തി പറയാൻ കഴിയണം. പുണ്യപിതാവിൻ്റെ വിശുദ്ധ പദവി സംബന്ധമായ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി സഭയുടെ അൾത്താരയിൽ വിശുദ്ധനായി വാഴ്ത്തപ്പെടുന്ന അനുഗ്രഹ നിമിഷം ദൈവം വേഗത്തിൽ നൽകപ്പെടട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഓർമ്മ പെരുന്നാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദേശങ്ങൾ താണ്ടി ദോഷങ്ങൾ നീങ്ങിടാൻ സാക്ഷ്യമായായിരങ്ങൾ നിൻ സവിധി ഭാഗ്യങ്ങളുടെ കലവറയാ പട്ടം കബറിൽ വന്നണയാ ഭാഗ്യങ്ങളുടെ കലവറയാ പട്ടം കബറിൽ വന്നണയാ കൈവിടില്ലേ തിരുമേനി ധന്യന്മാരേ വാനിയോസ് കൈവിടിൽ